1800കളുടെ തുടക്കത്തിൽ കേരളത്തിൽ വസൂരി എന്ന മഹാരോഗം പടർന്നു പിടിച്ചിരുന്ന കാലം. വസൂരി വന്നാൽ വന്നയാളെ കരിങ്കാട്ടിൽ ഉപേക്ഷിക്കണം. ആർക്കും പ്രവേശനമില്ലാത്ത ഘോരവനമായിരുന്നു കരിങ്കാട്. തുടക്കമെവിടെന്നോ ഒടുക്കമെവിടെന്നോ അറിയാത്ത അനന്തവനം. അതൊരു സാധാരണ കാടല്ല. പലരും രാത്രിയിൽ ഒരു കിഴവൻ്റെയും കിഴവിയുടെയും പൊട്ടിച്ചിരിയും അലർച്ചയും കേട്ടിട്ടുണ്ട്. കാടു ഭരിക്കുന്ന ക്രൂരനായ മന്ത്രവാദികൾ അവിടെയുണ്ടെന്നാണ് ദേശവാസികളുടെ വിശ്വാസം. വസൂരി അവരുടെ ശാപമാണെന്നും രോഗം വന്നവരെ കാടിന് ബലിയർപ്പിച്ചില്ലെങ്കിൽ അവരുടെ കുലം മുഴുവൻ രോഗം വന്നു മരിക്കും എന്നതായിരുന്നു അവരുടെയൊക്കെ വിശ്വാസം. കുഞ്ഞനും കാളിക്കുട്ടിക്കും ജനിച്ച മിടുക്കനായ കുട്ടിയായിരുന്നു മായൻ. ഇന്നവൻ്റെ പിറന്നാളാണ്. ഹൃദയഭേദകമായ ഒരു കാഴ്ചയായിരുന്നു അവിടെ നടന്നിരുന്നത്. നാലു വയസ്സുകാരനായ അവനെ ഒരു തുണിയിൽ പൊതിഞ്ഞ് കാടിന് കൊടുക്കുന്നു. അവൻ്റെ അലറിയുള്ള കരച്ചിൽ ആ നിശബ്ദതയെ വെട്ടിമുറിച്ചുകൊണ്ടേയിരുന്നു. കൊച്ചുകുട്ടിയായതിനാൽ 2 പേർ മാത്രമാണ് അവനെ ചുമന്നുകൊണ്ടുവന്നത്. അവർ മായനെ കാടിനുള്ളിൽ ബലിക്കലിൽ വെച്ച് തിരികെ പോയി. നേരം ഇരുട്ടിത്തുടങ്ങി. കരഞ്ഞു തളർന്ന മായൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. കാടിൻ്റെ നിശബ്ദതയെ ഇരുട്ടു വിഴുങ്ങിത്തുടങ്ങി. ഒരു നാഗം തുണിയിൽ പൊതിഞ്ഞ മായൻ്റെ ശരീരത്തിലൂടെ ഇഴഞ്ഞു നീങ്ങി. തൻ്റെ അമ്മയുടെ താരാട്ടുപാട്ട് കേൾക്കാതെ അവൻ ഉറങ്ങുകയാണ്. എങ്ങും കാടിൻ്റെ നിശബ്ദത. അന്നവിടെ ഒരു ജീവജാലങ്ങളും ശബ്ദമുണ്ടാക്കി മായനെ ഉണർത്തിയില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു വലിയ മൂങ്ങ മരത്തിലിരിപ്പുണ്ടായിരുന്നു. അത് തൻ്റെ വലിയ ചിറകുകൾ വിടർത്തി ഒരു അപ്പൂപ്പൻ താടി എന്ന പോൽ മായൻ്റെ ശരീരത്തിലൂടെ ഒന്ന് ഉരസി പറന്നുപോയി. അവൻ ഉണർന്നു. വീണ്ടും അമ്മേ അമ്മേ എന്ന് കരയാൻ തുടങ്ങി. പെട്ടെന്നൊരു ശബ്ദം. എൻ്റെ ഉണ്ണി എന്തിനാ കരയുന്നേ? അമ്മൂമ്മയില്ലേ നിനക്ക്? അതൊരു ശാപം പിടിച്ച നാടല്ലേ ഉണ്ണി. അവിടെയുള്ളവർ കാട്ടിലെ വിഷനാഗങ്ങളെക്കാൾ ക്രൂരന്മാരല്ലേ. ഉണ്ണി കരയണ്ടാട്ടോ. ദേ അമ്മൂമ്മ ഉണ്ണിയുടെ അടുത്തുണ്ട്. തുണിയുടെ കെട്ടഴിച്ച അമ്മൂമ്മയെ മലർന്നു കിടന്ന മായൻ നോക്കി. പൂർണ്ണചന്ദ്രൻ്റെ വെളിച്ചം. അമ്മൂമ്മയുടെ മുഖം ഇരുട്ടാണ്. പക്ഷേ അമ്മൂമ്മയുടെ കണ്ണുകൾക്ക് നല്ല തിളക്കമായിരുന്നു. അമ്മൂമ്മ വീണ്ടും പറഞ്ഞു, ഉണ്ണി ഞാനാ, ഡാഗിനി അമ്മൂമ്മ.